ടാറ്റയുടെ 10,000 കോടി രൂപയുടെ കപ്പൽ നിർമ്മാണശാല ഇതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാന ചർച്ചാ വിഷയം. പിന്നീട് ഇപ്പോൾ കേൾക്കുന്നു കപ്പലല്ല ബോട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താ വാസ്തവം? ഇത് കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരിയിൽ ഒരു താല്പര്യപത്രം ഒപ്പിട്ടിരുന്നു. മലബാർ സിമെന്റ്സ് ഇല്ലേ, മലബാർ സിമെന്റ്സ് 7 ഏക്കർ ടാറ്റയുടെ ഒരു കമ്പനി ഉണ്ട്, അതായത് ആർട്ട് സൺസ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. അത് ഹൈദരാബാദിൽ ഈ ബോട്ടൊക്കെ ഉണ്ടാക്കുന്ന, പിന്നെ കപ്പൽ ഒക്കെ പണിയുമ്പോൾ കപ്പലിലൊക്കെ ഈ ഫാബ്രിക്കേഷൻ പോലുള്ള പണിയൊക്കെ ചെയ്യുമല്ലോ, ഇതൊക്കെ ചെയ്തിരുന്ന ഒരു കമ്പനിയാണ് ഈ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഹൈദരാബാദിലെ. ആ കമ്പനിയെ ടാറ്റ മേടിച്ചതാണ്. അങ്ങനെ ആർട്സ് ആൻഡ് ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമായി ഈ ആർട്സ് ആൻഡുമായിട്ട് കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരിയിൽ മലബാർ സിമെന്റ്സ് ഒരു താല്പര്യപത്രം ഒപ്പിട്ടു. എന്നിട്ട് അവര് 7 ഏക്കർ സ്ഥലം വിട്ടുകൊടുക്കും. കൊച്ചിൻ, നമ്മുടെ വെല്ലിംഗ്ടൺ ഐലൻഡില്ലേ, ഇവിടെ വെല്ലിംഗ്ടൺ ഐലൻഡിലാണ് ഈ 7 ഏക്കർ കൊടുക്കുന്നത്. എന്നിട്ട് അതൊരു ബോട്ട് യാർഡാണ്. എന്ന് പറഞ്ഞാല് കപ്പലല്ല പണിയുന്നത്. ബോട്ട് എന്ന് പറയുമ്പോൾ 100 ടൺ, പരമാവധി 100 ടൺ വരുന്ന ബോട്ട്. വലിയ കപ്പൽ എന്നൊക്കെ പറഞ്ഞാൽ 4000 ടണ്ണൊക്കെയാണ് വരുന്നത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ തന്നെ കപ്പൽ നിർമ്മാണശാലയ്ക്ക് ഒരുപാട് സ്ഥലം വേണ്ടേ. കൊച്ചി കപ്പൽ നിർമ്മാണശാലയ്ക്ക് തന്നെ ഇവിടെ വേണ്ടത്ര സ്ഥലം ഇല്ലാത്തത് കൊണ്ട് അത് ഇപ്പോൾ ഉടുപ്പിയിലും ഗുജറാത്തിലും ഒക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നത്, ബാക്കി പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് ഇതൊരു ബോട്ട് യാർഡ് ആണ് ഈ തുടങ്ങുന്നത്. അത് ഇപ്പോൾ അവര് സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം വന്നിട്ടുള്ളതല്ല. കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരിയിൽ താല്പര്യപത്രം ഒപ്പിട്ടതാണ്. അപ്പോൾ മലബാർ സിമെന്റ്സും ടാറ്റ പ്രോജക്ട്സ് ഗ്രൂപ്പിലെ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡും തമ്മിലുള്ള ഒരു ജോയിന്റ് വെഞ്ചർ, സംയുക്ത സംരംഭം ആണ് ഈ ബോട്ട് യാർഡ്. അതിൻ്റെ അനുമതികളൊക്കെ തീർന്നു കിടക്കുകയാണ്. അപ്പോൾ ഇത് 2025 തന്നെ എക്കണോമിക് ടൈംസും ഹിന്ദുവും ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹിന്ദുവില് ഞാൻ എടുത്തു നോക്കുമ്പോൾ ഫെബ്രുവരി 22-ാം തീയതി, കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരി 22-ാം തീയതിയാണ് ഇത് ഒപ്പിട്ടിരിക്കുന്നത്. അത് ഹിന്ദുവിൽ അന്ന് വാർത്തയുണ്ട്. ഇത് 300 കോടി മുതൽ 500 കോടി വരെയുള്ള പദ്ധതിയാണ്. പരമാവധി 500 കോടി രൂപ മുതൽ മുടക്കുള്ള പദ്ധതിയാണ്. 10,000 കോടി അപ്പോൾ എവിടെ വന്നു? അപ്പോൾ മലബാർ സിമെന്റ്സ് 7 ഏക്കർ പാട്ടത്തിനാണ് കൊടുക്കുന്നത് വെല്ലിംഗ്ടൺ ഐലൻഡില്. അപ്പോൾ ഈ ബോട്ട് ബിൽഡിംഗ് യാർഡ്, സ്മോൾ വെസൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണല്ലോ ബോട്ടുകൾ എന്ന് പറയുന്നത്, 100 ടണ്ണിൽ താഴെ. അപ്പോൾ ടാറ്റ ആദ്യമായിട്ടാണ് ഈ ഇത്തരം പണികൾ, ബോട്ട്, കപ്പൽ തുടങ്ങിയ പരിപാടിയിലേക്കൊക്കെ കടക്കുന്നത്. ബോട്ട്, ഈ മറൈൻ ഏരിയയിലേക്ക് ആദ്യമായിട്ടാണ് ടാറ്റ കടക്കുന്നത്. ഇന്നലത്തെ ചർച്ചയിലും ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ടാറ്റയുടെ ഒരു ഏരിയ അല്ല ഇതുവരെ. അവര് പ്രതിരോധ, ഇസ്രയേലും ഒക്കെ ആയിട്ട് ആയുധം പണിയാനും ഒക്കെ ടാറ്റ ഗ്രൂപ്പിലെ കമ്പനികൾ ഉണ്ട്. അത് കപ്പൽ നിർമ്മാണത്തിനൊന്നുമല്ല, ആയുധ നിർമ്മാണത്തിന്. അപ്പൊ ആദ്യമായിട്ടാണ് കഴിഞ്ഞ കൊല്ലം ഈ ആർട്സ് ആൻഡ് ഏറ്റെടുത്ത ശേഷം ഇങ്ങനൊരു സംഭവം വരുന്നത്. ഇത് കഴിഞ്ഞ ദിവസം പി രാജീവും പറഞ്ഞിരുന്നു, ഇത് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നടന്നിരുന്നു കഴിഞ്ഞ കൊല്ലം. അതിൽ വെച്ചൊരു പദ്ധതിയാണ് ഇത് എന്ന് രാജീവ് വേറൊരു കാര്യം പറഞ്ഞു. 1 ദശകം മുമ്പ് മലബാർ സിമെന്റ്സ് വേറൊരു പദ്ധതിക്ക് വേണ്ടി നീക്കി വെച്ചിരുന്നതാണ് 7 ഏക്കർ. അത് നടന്നില്ല. അതുകൊണ്ട് 7 ഏക്കർ ഇപ്പോൾ ടാറ്റയ്ക്ക് ഈ ബോട്ട് ബിൽഡിംഗ് യാർഡിന് വേണ്ടി കൊടുക്കുകയാണ് എന്ന്. അപ്പോൾ കൊച്ചി ഷിപ്പ് യാർഡ് നേരത്തെ പറഞ്ഞ പോലെ ഉടുപ്പിയിലും ഗുജറാത്തിലും ഒക്കെയാണ് ഇപ്പോൾ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത്, സ്ഥലമില്ലാത്തത് കൊണ്ട്. 7 ഏക്കറൊന്നും പോരല്ലോ അതിന്. അപ്പോൾ ഒരു ഷിപ്പ് യാർഡിന് മാത്രമുള്ള സ്ഥലം ഇപ്പോൾ നമുക്കിവിടെ ഇല്ല. അത് ഈ കടലിനോടൊക്കെ ചേർന്ന് കിട്ടണ്ടേ സ്ഥലം, അതിന് അങ്ങനെ ഒരു സ്ഥലം നമുക്ക് കൊടുക്കാൻ ഇപ്പൊ ഇല്ല. അപ്പൊ ബോട്ടുകളുടെയൊക്കെ ഫെറിയൊക്കെ പണിയുന്ന ഒരു യാർഡ് അതാണ് വരാൻ പോകുന്നത്. അപ്പോൾ വലിയ കപ്പലുകൾ ആദ്യം പറഞ്ഞ പോലെ 40,000 ടൺ ഒക്കെ, ഏറ്റവും വലിയ കപ്പൽ 40,000 ടണ്ണൊക്കെ വരും. ഇത് 100 ടണ്ണിന്റെ ബോട്ട്
ചെറിയ ബോട്ടുകൾ പണിയാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കപ്പൽ ഇനി ടാറ്റ ഈ ബോട്ട് നിർമ്മാണം കഴിഞ്ഞിട്ട് കപ്പൽ നിർമ്മാണ രംഗത്തിലേക്ക് എപ്പോഴെങ്കിലും കടക്കുക എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവർ ആദ്യം സെബിയെ അറിയിക്കും. അത് ഇപ്പം മറ്റേ MSCയുടെ കഥ വന്നില്ലേ, അദാനി, അത് സെബിയെ അറിയിച്ചപ്പോഴല്ലേ പുറത്തു വന്നത്. അങ്ങനെ സെബിയെ അറിയിച്ചു കഴിഞ്ഞാൽ വിവരം പുറത്തു വരും കപ്പൽ നിർമ്മാണം ഉണ്ടെങ്കിൽ. അങ്ങനെ ഒരു സംഭവം അപ്പോൾ ഉണ്ടായിട്ടില്ല. ഇത് ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ടാറ്റയുടെ TPL, അതായത് ടാറ്റ പ്രോജക്ട്സ് ലിമിറ്റഡ്, TPL, അത് ഹൈദരാബാദിലാണ് ആസ്ഥാനം. TPL 2008 ആർട്സൺസ് ലിമിറ്റഡിന്റെ 75% ഓഹരി വാങ്ങിച്ചത്. ആർട്സൺസ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കമ്പനി 2023 ടാറ്റ സൺസ്, ടാറ്റ പ്രോജക്ട്സ് ഗ്രൂപ്പാണ് ആദ്യം ഏറ്റെടുത്തത്. 2023 ടാറ്റ സൺസ് തന്നെ TPLന്റെ, ടാറ്റ പ്രോജക്ട്സ് ലിമിറ്റഡിന്റെ 73% ഓഹരി വാങ്ങി. ബാക്കി 27% ആർട്സൺസിന്റെ വിവിധ ടാറ്റ ഗ്രൂപ്പുകൾ വാങ്ങിച്ചു. അങ്ങനെ ആർട്സൺസിന്റെ പൂർണ്ണമായും ടാറ്റയുടെ ഉടമസ്ഥതയിലായി. ആർട്സൺസ് ചെയ്തുകൊണ്ടിരുന്നത് വലിയ കപ്പലുകളുടെ ഫാബ്രിക്കേഷൻ ജോലികൾ, ഔട്ട്ഫിറ്റിംഗ്, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ കപ്പൽ ഉണ്ടാക്കുക എന്നുള്ളതല്ല ചെയ്തുകൊണ്ടിരുന്നത്. P-17A സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്സ്, യുദ്ധക്കപ്പലുകൾ, അതിൻ്റെ ഫാബ്രിക്കേഷൻ, അതുപോലെ സന്ധ്യക് ക്ലാസ് മറ്റേ കപ്പലുകൾ, ഇതിൻ്റെയൊക്കെ ഫാബ്രിക്കേഷൻ. കപ്പലുകൾ വേറെ എവിടെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും, ഇതിൻ്റെയൊക്കെ വേറെ ജോലികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സുമായിട്ട് ചേർന്ന് ആണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് ഇതിൻ്റെ വസ്തുത. അപ്പോൾ ഈ 10,000 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് സത്യത്തിൽ കേരളത്തെ പറ്റിക്കാനാണോ ശ്രമിച്ചത്? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഒരു വിശദീകരണം. എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? കൃത്യമായിട്ട് ആദ്യമേ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്താൽ അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്യാനോ അല്ലെ ജനങ്ങളുടെ മുമ്പിൽ വികസന നായകനല്ലെന്നുള്ള ഇമേജ് സൃഷ്ടിക്കാനോ ഒന്നും ശ്രമിക്കില്ലല്ലോ. അപ്പോൾ ഒരു കള്ളക്കളി കൂടെ കളിച്ചില്ലേ അതിനകത്ത്? അതെനിക്ക് തോന്നുന്നത് ഈ ബോട്ട് ബിൽഡിംഗ് ആണല്ലോ, അത് ഷിപ്പ് ബിൽഡിംഗ് സ്ലിപ്പ് ഓഫ് ദി ടങ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ 10,000 കോടി എവിടെ നിന്ന് വന്നു? അപ്പൊ ഇന്നലെ ഒരു വിശദീകരണ കുറിപ്പ് വന്നിട്ടുണ്ടല്ലോ PRD വഴി. മൊത്തത്തിലേ മറ്റേ മിഷൻ സമുദ്ര അതിൽ വരുന്ന എല്ലാ തുകയും കൂടി ചേർന്നാണ് 10,000 കോടി. പക്ഷെ സതീശൻ ബ്ലൂംബർഗുമായിട്ടുള്ള ഇന്റർവ്യൂവില് 10,000 കോടിയുടെ ടാറ്റയുടെ പദ്ധതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വിശദീകരണത്തിൽ കഥയൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് മണ്ടത്തരങ്ങൾ ആ പറഞ്ഞതിൻ്റെ അകത്ത് പറ്റിപ്പോയി. ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു കപ്പൽ നിർമ്മാണശാല നമുക്കുണ്ടല്ലോ, അതിന്റെ വികസന പദ്ധതികളും കാര്യമൊക്കെ ആണല്ലോ ആസൂത്രണമൊക്കെ നടക്കുന്നത്. പിന്നെ കപ്പൽ നിർമ്മാണശാലയൊക്കെ വരുമ്പോൾ അത് എങ്ങനെയായാലും കേന്ദ്രമൊക്കെ അറിഞ്ഞിട്ടല്ലേ അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഇത് ബോട്ടല്ലേ. അപ്പോൾ കപ്പൽ നിർമ്മാണശാലയൊക്കെ തുടങ്ങുമ്പോൾ അത് കേന്ദ്രം അത്രയും പണമൊക്കെ മുടക്കണ്ടേ? അപ്പൊ കേന്ദ്രവും ടാറ്റയൊക്കെ ചേർന്നിട്ട് വേണം തുടങ്ങാൻ. അതല്ലാതെ സംസ്ഥാനത്തിന്റെ അടുത്ത് പൈസ ഒന്നുമില്ലല്ലോ ഇതിന് മാത്രം ചെലവാക്കാൻ. മലബാർ സിമന്റ്സ് ആകെ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് വേറൊരു പദ്ധതിക്ക് വെച്ചിരുന്ന 7 ഏക്കർ കൊടുക്കുന്നു. അത് മാത്രമാണ് അതിൻ്റെ അകത്ത് ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മലബാർ സിമന്റ്സിന്റെ കയ്യിലും ഒന്നാമത് മലബാർ സിമന്റ്സിന്റെ പേരൊക്കെ വേറെ മറ്റേ സമ്പത്ത് കൊലപാതകം അല്ലേ, അങ്ങനെയൊക്കെ പേരൊക്കെ ചീത്തയായിട്ടൊക്കെ കിടക്കുന്ന ഒരു സ്ഥാപനമാണത്. വലിയ ഗുണമൊന്നുമില്ല. സിമെന്റ് കമ്പനികൾ വേറെ രാജ്യത്ത് വേറെ ധാരാളം ഇല്ലേ, അംബുജ സിമെന്റ്സ് പോലെയൊക്കെ എത്രയോ കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് കപ്പലല്ല, ഒരു ബോട്ടാണ്. മറ്റേ ഒരു വഞ്ചിക്കുമൊക്കെ ബോട്ട് എന്ന് പറയാമെങ്കിൽ ഇംഗ്ലീഷിൽ അങ്ങനെ ബോട്ട് എന്ന് പറഞ്ഞാല് വെസൽ എന്നും പറയുമല്ലോ. വെസൽ എന്ന് പറഞ്ഞാൽ പാത്രവും ആകാം കപ്പലും ആകാം എന്ന് പറഞ്ഞതുപോലെ സതീശൻ ഒരു ബോട്ടിനാണ് കപ്പൽ എന്ന് പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.